ഇപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക് എന്താണ്? 2 ടോപ്പിക്കാണ്, സ്മോൾ 2 ടോപ്പിക്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സർവീസ് ഏരിയ അപ്രോച്ച് എന്താണ്? സർവീസ് ഏരിയ അപ്രോച്ച് SAAയും ദെൻ ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീം DRIയും. ഈ 2 ചെറിയ ടോപ്പിക്കാണ് ഇന്ന് എടുക്കുന്നത്. ഇപ്പോൾ സർവീസ് ഏരിയ അപ്രോച്ച് എന്താണ്? സർവീസ് ഏരിയ അപ്രോച്ച് എന്ന് പറയുന്നത് പ്ലാൻഡ് ആൻഡ് ഓർഡർലി ഡെവലപ്മെൻറ്റ് ഓഫ് റൂറൽ ആൻഡ് സെമി അർബൻ ഏരിയ. റൂറൽ ആൻഡ് സെമി അർബൻ ഏരിയയിൽ ഉണ്ടാകുന്ന പ്ലാൻഡ് ആൻഡ് ഓർഡർലി ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സർവീസ് ഏരിയ അപ്രോച്ച് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ എന്താണ് സർവീസ് ഏരിയ അപ്രോച്ച്? പ്ലാൻ ചെയ്ത് ഓർഡറിലൂടെ ഒരു ഏരിയയിലെ കാര്യങ്ങളെല്ലാം ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുക. ആ ഏരിയ എങ്ങനെയുള്ള ഏരിയയൊക്കെ ആയിരിക്കണം? റൂറൽ ആയിരിക്കണം, അല്ല എങ്കിൽ സെമി അർബൻ ഏരിയ ആയിരിക്കണം. ഇതാണ് സർവീസ് ഏരിയ അപ്രോച്ച് എന്ന് പറയുന്നത്. RBI done away with the service area branch approach from 1/4/1989. എന്ന് മുതലാണ് RBI ഇത് സ്റ്റാർട്ട് ചെയ്തത്? 1/4/1989 മുതലാണ് സർവീസ് ഏരിയ അപ്രോച്ച് RBI സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. Under service area approach, each branch in rural and semi-urban area was designated to serve an area of 50 to 25 villages. 15 മുതൽ 25 വരെയുള്ള വില്ലേജുകളിൽ എന്ത് ചെയ്യണം? ആ ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ച്, ഒരു ഏരിയയിലേക്ക് ഒരു ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചിനെ സെലക്ട് ചെയ്യുന്നു. ആ ബ്രാഞ്ച് ആയിരിക്കണം ആ ഏരിയയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പോൾ ഒരു ഏരിയയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ബ്രാഞ്ച് എത്ര വില്ലേജുകളിലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്? മിനിമം 15, മാക്സിമം 25. അപ്പോൾ 15 മുതൽ 25 വരെയുള്ള വില്ലേജുകൾക്ക് വേണ്ടിയിട്ടാണ് സെമി അർബൻ ഏരിയയിൽ അല്ലെങ്കിൽ റൂറൽ ഏരിയയിൽ ഒരു ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചിന് സർവീസ് ഏരിയ അപ്രോച്ചിലൂടെ എന്ത് ചെയ്യുന്നു? ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്, ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ആ പർട്ടിക്കുലർ ബ്രാഞ്ചിനായിരിക്കും എന്ത്? റെസ്പോൺസിബിൾ ഫോർ മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് ബാങ്ക് ക്രെഡിറ്റ് ഓഫ് ഇറ്റ്സ് സർവീസ് ഏരിയ. അത് ആ ഏരിയയിൽ ആ ഓപ്പറേറ്റ് ചെയ്യുന്ന ബ്രാഞ്ചിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ത്? മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് ബാങ്ക് ക്രെഡിറ്റ് ഓഫ് ഇറ്റ്സ് സർവീസ് ഏരിയ. ആ സർവീസ് ഏരിയയിലെ ബാങ്കിൻ്റെ ക്രെഡിറ്റ് നീഡി പീപ്പിളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ളത് ആ പർട്ടിക്കുലർ ബ്രാഞ്ചിൻ്റെ എന്താണ്? റെസ്പോൺസിബിലിറ്റിയാണ്. The primary objective of service area approach was to increase productive lending. പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്? പ്രൊഡക്റ്റീവ് ലെൻഡിങ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈമറി ഒബ്ജക്റ്റീവ്. എഫക്റ്റീവ് ലിങ്കേജ് ബിറ്റ്വീൻ ബാങ്ക് ക്രെഡിറ്റ്, പ്രൊഡക്ഷൻ, പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇൻക്രീസ് ഇൻ ഇൻകം ലെവൽ. എന്താണ് സർവീസ് ഏരിയ അപ്രോച്ചിലൂടെ ചെയ്യുന്നത്? ഒരു ലിങ്കേജ് ഉണ്ടാക്കുകയാണ്. ബാങ്കും ആവശ്യക്കാരിലുള്ള ആളുകളുമായിട്ടൊരു ലിങ്കേജ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ബാങ്ക് ക്രെഡിറ്റ് കൃത്യമായ രീതിയിൽ പ്രൊഡക്ഷൻ, പ്രൊഡക്ടിവിറ്റി പർപ്പസിലേക്ക് എത്തിച്ച് ഇൻകം ലെവൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ലിങ്കേജ് ബാങ്കും ആളുകളും തമ്മിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് സർവീസ് ഏരിയ അപ്രോച്ചിൻ്റെ എയിമാണ്. പിന്നെ എന്താണ് സർവീസ് ഏരിയ അപ്രോച്ച് ചെയ്യുന്ന വേറൊരു കാര്യം? അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ക്രെഡിറ്റ് ഓഫ് മെനി ബാങ്ക്സ് ഓപ്പറേറ്റിംഗ് ഇൻ ദ സെയിം റീജിയൻ. ഒരേ ഏരിയയിൽ ഒരേ കാര്യം തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുകൾ ഉണ്ടാകുമ്പോൾ അവിടെ എന്താണ്? ഒരു ഡ്യൂപ്ലിക്കേഷൻ വരും. ഒരു സെയിം സർവീസ് തന്നെ പല ബാങ്കുകളും പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എന്താ? വേരിയേഷൻ ഉണ്ടാകും. ചില ബാങ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും, ചില ബാങ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. അങ്ങനെ ആളുകളെ എന്ത് ചെയ്യാൻ? മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒരൊറ്റ ബാങ്ക് മാത്രം ആ ഒരു ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് ആവശ്യക്കാരിലേക്ക് കൃത്യമായ രീതിയിൽ എത്തിക്കാൻ സാധിക്കും. അതാണ് സർവീസ് ഏരിയ അപ്രോച്ചിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സർവീസ് ഏരിയ അപ്രോച്ച് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീം, DRI. എന്താണ്? DRI ആണ് നെക്സ്റ്റ് ടോപ്പിക്ക്. ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീം. Differential rate of interest scheme was introduced in March 1972 by Government of India. ആരാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്?
ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നാണ്? 1972, 1972. ദ സ്കീം ഫോർ എക്സ്റ്റെൻഡിങ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അറ്റ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 4% ടു ലോ ഇൻകം ഗ്രൂപ്പ് ഫോർ പ്രൊഡക്റ്റീവ് പർപ്പസ്. ലോ ഇൻകം ഗ്രൂപ്പിന് പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് 4% പലിശയ്ക്ക് എന്ത് ചെയ്യുന്നു? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീമിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനീഷ്യലി പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആൻഡ് ദെൻ ബൈ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. ആദ്യമേ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിരുന്ന പബ്ലിക് സെക്ടർ ബാങ്ക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് പ്രൈവറ്റ് സെക്ടർ ബാങ്കിലേക്കും എക്സ്റ്റെൻഡ് ചെയ്തു. ഫസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആയിരുന്നു ചെയ്തിരുന്നത്, ദെൻ അത് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ കൂടെ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. മിനിമം 2/3 അഡ്വാൻസ് ഫ്രം റൂറൽ ആൻഡ് സെമി അർബൻ ബ്രാഞ്ചസ്. സെമി അർബൻ ബ്രാഞ്ചസ് എത്ര അഡ്വാൻസ് കൊടുക്കണം? മിനിമം 2/3 അഡ്വാൻസ് റൂറൽ ആൻഡ് സെമി ബ്രാഞ്ചസിൽ സെമി അർബൻ ബ്രാഞ്ചസിന് പ്രൊവൈഡ് ചെയ്യണം. ദ സ്കീം നൗ ഈസ് ബീയിങ് ഇംപ്ലിമെൻറ്റഡ് ബൈ ഓൾ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ഏരിയ ഓഫ് അപ്രോച്ച് ത്രൂ ഔട്ട് ദ കൺട്രി. ഇപ്പോൾ എന്താണ് ഈ സ്കീം ആരാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്? ഷെഡ്യൂൾഡ് ബാങ്കാണ്. എന്തിൻ്റെ ബേസിൽ? ഏരിയ ഓഫ് അപ്രോച്ചിൻ്റെ ബേസിൽ രാജ്യം മുഴുവനായിട്ട് ഈ സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഇതിനൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. ഫാമിലി ഇൻകത്തിൻ്റെ ബേസിലാണ് ഇതിൻ്റെ എലിജിബിലിറ്റി നോക്കുന്നത്. റൂറൽ ഏരിയയിലാണെങ്കിൽ ഇൻകം 18,000 രൂപയിൽ എന്ത് ചെയ്യാൻ പാടില്ല? കൂടാൻ പാടില്ല. അർബൻ ഓർ സെമി അർബൻ ഏരിയയിലാണെങ്കിൽ 24,000 രൂപ. ഇതാണ് ഇൻകം ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ദെൻ ലോൺ എമൗണ്ട് മാക്സിമം എത്രയാണ്? 15,000 ആണ് പ്രൊഡക്റ്റീവ് പർപ്പസിന് കൊടുക്കുന്നത്. ഫസ്റ്റ് അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 6,500 ആയിരുന്നു. പിന്നീട് അത് 15,000 രൂപയാക്കി. ദെൻ ഹൗസിംഗ് ലോണിന് എന്താണ് 2,000 രൂപ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസിനാണെങ്കിൽ 5,000 രൂപ. ദെൻ സെക്യൂരിറ്റി, ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ട. എന്ത് ചെയ്താൽ മതി? തേർഡ് പാർട്ടി ഗ്യാരണ്ടി മാത്രം കൊടുത്താൽ മതി ഈ ലോണിന് വേണ്ടിയിട്ട്. ദെൻ ക്യാപിറ്റലിന് സബ്സിഡി ഇല്ല. ക്യാപിറ്റൽ സബ്സിഡി എന്താണ്? നോ ക്യാപിറ്റൽ സബ്സിഡി ആണ്. നോ ക്യാപിറ്റൽ സബ്സിഡി. പിന്നെ റീപേയ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് 5 വർഷമാണ്. 5 വർഷത്തിൽ 2 വർഷത്തെ ഗ്രേസ് പീരീഡ് കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ഇൻട്രസ്റ്റ് 4% ആണ്. റിസർവേഷൻ ഉണ്ട് 40%. ആർക്കാണ് റിസർവ് ചെയ്തിരിക്കുന്നത്? SC/ST പേഴ്സൺസിനാണ് 40% റിസർവ് ചെയ്തിരിക്കുന്നത്. റീപേയ്മെൻറ്റ് പീരീഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് 5 ഇയർ ആണ്. അതിൻ്റെ അകത്ത് 2 വർഷം എന്താണ്? ഗ്രേസ് പീരീഡ്, അതാണ് മൊറട്ടോറിയം പീരീഡ് എന്ന് പറയുന്നത്. 2 വർഷം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്? ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. കാര്യങ്ങളെല്ലാം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.